ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മണി മാർക്കറ്റ് റീഫോംസ് ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ഈ റീഫോംസ് 1991 ശേഷം പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആ ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നതിന് ശേഷമാണ് ഈ റീഫോംസ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. മണി മാർക്കറ്റ് റീഫോംസ് ഇൻ ഇന്ത്യ. നമുക്ക് ആദ്യം എന്താണ് മണി മാർക്കറ്റ് റീഫോംസ് എന്ന് മനസ്സിലാക്കാം. മണി മാർക്കറ്റ് റീഫോംസ് ഇൻ ഇന്ത്യ റെഫർ ടു ദ സെറ്റ് ഓഫ് പോളിസി ചേഞ്ചസ്. അതായത് ഒരു സെറ്റ് പോളിസി ചേഞ്ച് നിലവിലുണ്ടാകുന്ന ആ പോളിസി എല്ലാം മാറി പുതിയ പോളിസി വരുന്നതാണ് ഈ മണി മാർക്കറ്റ് റിഫോം എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്, അത് മാത്രമല്ല ഘടനാപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് മെയിൻലി ആഫ്റ്റർ ദ 1980s, 1980-കൾക്ക് ശേഷം. അതായത് എസ്പെഷ്യലി പോസ്റ്റ് 1991 ആണ്. 1991 എന്തുണ്ടായെന്ന് നമുക്കറിയാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്ന സമയമാണ്. ഓക്കെ, ഇതിന് ശേഷമുള്ള ആ ഒരു റിഫോംസിനെയാണ് മണി മാർക്കറ്റ് റിഫോംസ് എന്ന് എടുത്തു പറയുന്നത്. ഓക്കെ, ടു മേക്ക് ദ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ മാർക്കറ്റ് മോർ എഫിഷ്യൻറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ മാർക്കറ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട്, ലിക്വിഡായിട്ട്, ട്രാൻസ്പാരൻ്റ് ആയിട്ട്, സുതാര്യമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് മണി മാർക്കറ്റ് എന്ന് പരിചയപ്പെടാം. ഓക്കെ, ദ മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടൈം ഫണ്ട്സ്. ഷോർട്ട് ടൈം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്നുള്ളത്. ഷോർട്ട് ടൈം ഫണ്ട്സ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ മെച്യൂരിറ്റി അപ് ടു 1 year ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ട്രഷറി ബിൽ വരുന്നത് മണി മാർക്കറ്റിലാണ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു വർഷത്തിൽ താഴെ മെച്യൂർ ആവുന്ന ബില്ലുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രഷറി ബിൽ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ലാർജ് കമ്പനീസ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇഷ്യൂ ചെയ്യും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ മണി മാർക്കറ്റ് റിഫോംസിന്റെ ലക്ഷ്യങ്ങളെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ് റിഫോംസ്. അതിൽ ആദ്യത്തേത് ഇംപ്രൂവ് ലിക്വിഡിറ്റി മാനേജ്മെന്റ് ആണ്. അതായത് ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക. അതായത് ഒരു എക്കണോമിയിലുള്ള മണി സർക്കുലേഷന്റെ കാര്യം കൺട്രോൾ ചെയ്യുന്നത്, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക എന്നുള്ളത്. അടുത്തത് എൻഷുർ ബെറ്റർ ട്രാൻസ്മിഷൻ ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി, അതായത് RBI നടപ്പിലാക്കുന്ന മോണിറ്ററി പോളിസി ബെറ്റർ ആയിട്ട് അത് നടപ്പിലാക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തത് റെഡ്യൂസ് ഇൻട്രസ്റ്റ് റേറ്റ് റിജിഡിറ്റീസ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് കൂടാതെയോ കുറയാതെയോ അല്ലെ റിജിഡായിട്ട് നിൽക്കുന്ന ആ ഒരു റിജിഡിറ്റി മാറ്റുക എന്നുള്ളത്. അടുത്ത് ഡെവലപ്പ് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം. നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റം, ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് റീഫോം ചെയ്തത്. ഇനി നമുക്ക് ഓരോ മാർക്കറ്റ് റിഫോംസ് ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്കുകൾ ഡീറെഗുലേറ്റ് ചെയ്തു. അതിൽ വരുന്ന എന്തൊക്കെയാണ്? നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് RBI മാത്രമാണ്. പിന്നീട് ഇത് വന്നതിന് ശേഷം റിഫോംസ് അലൗഡ് മാർക്കറ്റ് ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. മാർക്കറ്റ് ഡിറ്റർമൈൻഡ് എന്ന് വെച്ചാൽ ഇപ്പം ലോണിന്റെ ആവശ്യക്കാർ എത്ര ഉണ്ട്, ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി. ഓക്കെ, അത് ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നു. ഇങ്ങനൊരു നിയമം വന്നു ഇതിന് ശേഷം. ഓക്കെ, അടുത്തത് ദിസ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീഷൻ എമംഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എമംഗ് അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വർദ്ധിച്ചു. നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എക്കണോമിക്ക് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തേത്. അടുത്തതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. പുതിയ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടുപിടിച്ചത്. അതായത് ടു ഡീപ്പൺ ദ മാർക്കറ്റ് സെവറൽ ഇൻസ്ട്രുമെന്റ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. അതിൽ ഒന്നാമതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ട്രഷറി ബില്ല് കൊണ്ടുവന്നു. T-ബിൽസ് എന്ന് പറയും. 91 ദിവസത്തിൽ മെച്യൂർ ആവുന്നതുണ്ട്, 182 ദിവസത്തിലുള്ളതുണ്ട്, 364 ദിവസം മെച്യൂർ ആവുന്ന, ഇങ്ങനെ പല ടൈപ്പിലുള്ള ട്രഷറി ബിൽസ് കൊണ്ടുവന്നു. അടുത്ത കൊമേഴ്ഷ്യൽ പേപ്പറാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. അത് കമ്പനീസ്, ലാർജ് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. ഓക്കെ, ബാങ്ക്സും കമ്പനീസും ഇഷ്യൂ ചെയ്യും. അടുത്തത് റിപ്പോസ് എന്ന് പറയും. അതായത് റീപർച്ചേസ് എഗ്രിമെന്റ്സ് ആണ്. അത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ബോറോയിങ്, ലെൻഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം പുതിയ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നു. ഈ റിഫോം വന്നതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ദീസ് ഇൻസ്ട്രുമെന്റ്സ് ഇൻക്രീസ് ദ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതായത് നല്ല രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാവുന്ന ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാവും. ലിക്വിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാവും. നമുക്ക് ഈസിലി ആക്സസിബിൾ ടു ക്രെഡിറ്റ് ഉണ്ടാവും ജനങ്ങൾക്ക്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇതിലൂടെ കിട്ടും.
ഇനി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടാം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫൈനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, 1988 വന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ലിക്വിഡിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ആക്ട്സ് ആസ് ആൻ ഇന്റർമീഡിയറി ഇൻ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ്. ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സിൽ ഒരു ഇന്റർമീഡിയറ്റ്, ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക, കൂടുതൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, 1994 വന്നത് കേട്ടോ. ഇത് ഹെൽപ്സ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ്. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനാണ് ഇത് വന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ആണ്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്നൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇൻക്ലൂഡ്സ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസ്. ഇത് അതെന്താണ് ഞാൻ പറയാം. ഇത് റിപ്പോ ഓപ്പറേഷൻ, റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിനാണ് ഇത് കൊണ്ടുവന്നത്. ഹെൽപ്സ് RBI കൺട്രോൾ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഷോർട്ട് ടൈം ലിക്വിഡിറ്റിയും ഇൻട്രസ്റ്റ് റേറ്റും കൈകാര്യം ചെയ്യുന്നതിന് RBI സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ മാർക്കറ്റ്. റിവേഴ്സ് റിപ്പോ മാർക്കറ്റ് കൊണ്ടുവന്നു. എന്താണ് റിപ്പോ മാർക്കറ്റ്? റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ RBI ലെൻഡ്സ് മണി ടു ബാങ്ക്. RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുമ്പോഴത്തേക്ക്, ക്രെഡിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പലിശ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBI കൊടുക്കണം. ആ ഒരു റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ പക്കലുള്ള അധികമായിട്ടുള്ള ഡെപ്പോസിറ്റുകൾ എവിടെ ആരുടെ കൈവശം സൂക്ഷിക്കും? RBIയുടെ കയ്യിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ RBI അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കും. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റിവേഴ്സ് റിപ്പോ ഇതൊക്കെ കൺട്രോൾ ചെയ്യും. RBI അബ്സോർബ് ലിക്വിഡിറ്റി എന്നാണ് ചുരുക്കി പറയുന്നത്. RBI ആ ലിക്വിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അത് എക്സസ് ഫണ്ട് എല്ലാം RBIയുടെ കയ്യിൽ വരില്ല, ആണ് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അത് മറ്റൊന്നാണ് ബിക്കം കീ ടൂൾസ് ഫോർ മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻ. അത് RBI ആണല്ലോ മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇതൊക്കെ ഒരു കീ ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള കീ ടൂളായി ഇത് മാറിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഈ ഡെവലപ്മെന്റ് ഓഫ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ മാർക്കറ്റുകൾ, അതൊക്കെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് സഹായിച്ചു. റീഫോംസിന്റെ ഭാഗമായിട്ട് വന്ന മറ്റൊന്നാണ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയും. അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്ലാറ്റ്ഫോം ലൈക്ക് NDS പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതായത് നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം എന്ന് പറയും, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫാസ്റ്റർ ആൻഡ് മോർ ട്രാൻസ്പാരന്റ് ട്രാൻസാക്ഷൻ, സുതാര്യമായിട്ടുള്ള വേഗതയിലുള്ള ട്രാൻസാക്ഷനുകൾ നടത്താൻ സഹായിച്ചു. ഇലക്ട്രോണിക് അല്ലേ. അടുത്തത് റെഡ്യൂസ്ഡ് സെറ്റിൽമെന്റ് റിസ്ക്. ഇതാകുമ്പോഴത്തേക്ക് സെക്യൂർ ആണ്, അത് റിസ്ക് അവോയ്ഡ് ചെയ്ത് നേരിട്ട് ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് നടത്താൻ കഴിയും. അടുത്തതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, MMFs. അതായത് അലൗഡ് ഇൻഡിവിജ്വൽസ് ടു ഇൻവെസ്റ്റ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻഡിവിജ്വൽസ്, നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് അത് സഹായകരമായി. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അടുത്തത് ഇൻക്രീസ്ഡ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്ത്, ഇപ്പം ഒരു ഷെയർ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നത്, ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ വന്നു. അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വന്ന കമ്മിറ്റികളാണ്. റിഫോം ബേസ്ഡ് ഓൺ കമ്മിറ്റീസ്. വകുൽ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, ഇതൊക്കെ ഇതിൽ ഉദാഹരണങ്ങളാണ്. വകുൽ കമ്മിറ്റി എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ഡെവലപ്മെന്റ് ഓഫ് എ സെക്കൻഡറി മാർക്കറ്റ്. ഇത് ഒരു സെക്കൻഡറി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, അടുത്തത് സജസ്റ്റഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻസ്ട്രുമെന്റ്സ്. അത് പുതിയ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരണം, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കണം. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തി, വകുൽ കമ്മിറ്റി നടത്തി. അടുത്തെന്ന് പറയുന്നത് നരസിംഹം കമ്മിറ്റിയാണ്. ഇവർ പറഞ്ഞത് ഇതാണ്: എംഫസൈസ്ഡ് ഫൈനാൻഷ്യൽ സെക്ടർ ലിബറലൈസേഷൻ. ഫൈനാൻഷ്യൽ സെക്ടർ ലിബറലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി ഊന്നൽ കൊടുത്തത്. സ്ട്രെങ്തൻഡ് ബാങ്കിങ് ആൻഡ് മണി മാർക്കറ്റ്സ്. ഓക്കെ, മണി മാർക്കറ്റ്, ബാങ്കിങ് ഒക്കെ കൂടുതൽ സ്ട്രെങ്തൻഡ് ആയി ഈ നരസിംഹ കമ്മിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ കമ്മിറ്റിയുടെ കാര്യം. അടുത്തത് ഇങ്ങനെ മണി മാർക്കറ്റ് റിഫോംസ് വന്നത് കൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ എക്കണോമിയിൽ ഉണ്ടായെന്നുള്ളത്. അത് ആദ്യത്തേന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ലിക്വിഡിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിന്റെ ആഴം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. അത് ലിക്വിഡിറ്റി ഇംപ്രൂവ് ആയി. അടുത്തത് ബെറ്റർ മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ. RBI കൊണ്ടുവരുന്ന മോണിറ്ററി പോളിസിയുടെ ട്രാൻസ്മിഷൻ, അതായത് അതിന് വേണ്ടിയിട്ട് പ്രത്യേക കമ്മിറ്റികളൊക്കെ വന്നല്ലോ, ഈ ട്രാൻസ്മിഷനൊക്കെ കറക്റ്റായിട്ട് നടന്നു. അടുത്ത് ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ. അത് ബാങ്കുകളുടെ പാർട്ടിസിപ്പേഷൻ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റേത്, കോർപ്പറേറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഇതുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ കൂടുതൽ മണി ഫ്ലോ ഉണ്ടാവുകയാണ്, മണി ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയാണ്. അതും നല്ല ബെറ്റർ ആയിട്ടുള്ളത്. അടുത്തത് റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ സെൻട്രൽ ബാങ്ക് ഫൈനാൻസിങ്. നേരത്തെ റിഫോംസിന് മുമ്പ് കൂടുതലും സെൻട്രൽ ബാങ്കിനെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ആ ആശ്രയത്വം ഒന്ന് കുറഞ്ഞു.
അടുത്തത് മോർ ഇൻറ്റഗ്രേഷൻ വിത്ത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. വിദേശ ഫൈനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് കൂടുതൽ ആക്സസുകൾ ഉണ്ടായി. അപ്പം വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി, അവർക്ക് ഇങ്ങോട്ട് നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ ഇതൊക്കെ വന്നു. ഇത് നമുക്ക് ചുരുക്കി ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് മണി മാർക്കറ്റ് റിഫോംസ് ഇൻ ഇന്ത്യ ട്രാൻസ്ഫോംഡ് എ റെഗുലേറ്റഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് സിസ്റ്റം. അതായത് റെഗുലേറ്റഡ് ആയിട്ടുള്ള വളരെ കർക്കശമായ നിയന്ത്രണമുള്ളതും ഒരു അണ്ടർ ഡെവലപ്ഡുമായിട്ടുള്ള ഒരു സിസ്റ്റത്തെ മോഡേൺ ആയിട്ടും മാർക്കറ്റ് ഡ്രിവൺ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റുമാക്കി മാറ്റി. ഓക്കെ, അതായത് സിസ്റ്റം ഇൻ ടു എ മോഡേൺ മാർക്കറ്റ് ഡ്രിവൺ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇന്ന് അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അതായത് എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കാണ് ഇത് വഹിക്കുന്നത്. ആൻഡ് എഫിഷ്യൻറ്റ് ഫണ്ട് അലോക്കേഷൻ, അത് മാത്രമല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനും ഈ സിസ്റ്റം, അതായത് ഈ കൊണ്ടുവന്ന റിഫോംസ് സഹായകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.